നടിമാർ ഒരു സിനിമക്ക് വാങ്ങുന്ന വരുമാനം. നിഖില 12 മുതൽ 20 ലക്ഷം വരെ ഒരു സിനിമക്ക് പ്രതിഫലം വാങ്ങുന്നു. 2009-ൽ പുറത്തിറങ്ങിയ ഭാഗ്യദേവത എന്ന ചിത്രത്തിലൂടെയാണ് നിഖില സിനിമ രംഗത്തേക്ക് വന്നത്. ഐശ്വര്യ ലക്ഷ്മി 35 ലക്ഷം മുതൽ 50 ലക്ഷം വരെ ഒരു സിനിമക്ക് പ്രതിഫലം വാങ്ങുന്നു. 2017-ലെ ഞണ്ടുകളുടെ നട്ടിലൊരിടവേള എന്ന സിനിമയിലൂടെയാണ് ഐശ്വര്യ അഭിനയ രംഗത്തേക്ക് വരുന്നത്. മംത 18 മുതൽ 25 ലക്ഷം വരെ ഒരു സിനിമക്ക് പ്രതിഫലമായി വാങ്ങിക്കുന്നു. 2005-ൽ പുറത്തിറങ്ങിയ മയൂഖം എന്ന സിനിമയിലൂടെയാണ് മംത തന്റെ അരങ്ങേറ്റം കുറിച്ചത്. അന്നബൻ 20 മുതൽ 25 ലക്ഷം വരെ പ്രതിഫലം വാങ്ങിക്കുന്നു. 2017-ൽ പുറത്തുവന്ന കുമ്പളങ്ങി നൈറ്റ്സ് എന്ന ചിത്രത്തിലൂടെയാണ് അന്നബൻ സിനിമ ലോകത്തേക്ക് വന്നത്. നസ്രിയ 90 ലക്ഷം മുതൽ 1.5 കോടി വരെ പ്രതിഫലം വാങ്ങുന്നുണ്ട്. 2006-ൽ ഇറങ്ങിയ പളുങ്ക് എന്ന സിനിമയിൽ ബാലതാരമയാണ് നസ്രിയ സിനിമ ലോകത്തേക്ക് വന്നത്. സംയുക്ത 70 ലക്ഷം മുതൽ 1 കോടി വരെ പ്രതിഫലം വാങ്ങുന്നു. 2016-ൽ പുറത്തുവന്ന പോപ്കോൺ എന്ന ചിത്രത്തിലൂടെയാണ് സംയുക്ത അരങ്ങേറ്റം കുറിച്ചത്. കല്യാണി പ്രിയദർശൻ 35 ലക്ഷം മുതൽ 1 കോടി വരെ പ്രതിഫലം വാങ്ങുന്നു. 2017-ൽ പുറത്തിറങ്ങിയ ഹലോ എന്ന തെലുങ്ക് സിനിമയിലൂടെയാണ് കല്യാണി അഭിനയ രംഗത്തേക്ക് വന്നത്. അനശ്വര രാജൻ 20 ലക്ഷം മുതൽ 25 ലക്ഷം വരെ ഒരു സിനിമയിൽ നിന്ന് പ്രതിഫലം വാങ്ങിക്കുന്നുണ്ട്. 2017-ൽ ഇറങ്ങിയ ഉദാഹരണം സുജാത എന്ന സിനിമയിലൂടെയാണ് അനശ്വര അരങ്ങേറ്റം കുറിച്ചത്. മഞ്ജു വാര്യർ 2 കോടി മുതൽ 3 കോടി വരെ ഒരു സിനിമയിൽ നിന്നും വാങ്ങുന്നു. 1995-ൽ പുറത്തിറങ്ങിയ സാക്ഷ്യം എന്ന സിനിമയിലൂടെയാണ് മഞ്ജു വാര്യർ ആദ്യമായി സിനിമ ലോകത്തേക്ക് വന്നത്.